ഇപ്പോൾ നിങ്ങളുടെ ഫോണിലൂടെ ചെറിയ ഒരു ആപ്ലിക്കേഷൻ തുറക്കുകയാണെങ്കിൽ പോലും വളരെയധികം സ്ലോ ആയിട്ടായിരിക്കും അത് ഓപ്പൺ ആകുന്നത്. എന്നാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന സെറ്റിംഗ്സ് നിങ്ങൾ ഫോണിൽ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോൺ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ എത്ര സ്പീഡാണ് ഉണ്ടായിരുന്നത് അത്രയും സ്പീഡ് നിങ്ങളുടെ ഫോണിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെ സെറ്റിംഗ്സ് ആണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നേരെ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ആദ്യമായിട്ട് നമ്മുടെ ഫോണിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലുള്ള അനാവശ്യമായിട്ട് കിടക്കുന്ന ഫയലുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് വിടുക എന്നാണ്, ക്ലിയർ ചെയ്ത് വിടുക. അതായത് നമ്മുടെ ഫോണിൽ അനാവശ്യമായി കിടക്കുന്ന ക്യാഷുകൾ നമ്മൾ ക്ലിയർ ചെയ്യുക. ഈ ക്യാഷ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തുറക്കുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവരെടുക്കുന്നുണ്ട്. ഫയലുകളും അതുപോലെ തന്നെ പിക്ചറുകളും അതുപോലെ തമ്പനയിലുകളൊക്കെ അവരെടുത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴെങ്കിലും പിന്നീട് ആ ആപ്ലിക്കേഷൻ തുറക്കുന്ന സമയത്ത് അത് ലോഡ് ആകാതെ പെട്ടെന്ന് തന്നെ തുറക്കാനായിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇത് നിരന്തരം ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം ലോഡാക്കുകയും ഇത് സ്പീഡ് കൂടുന്നതിന് പകരം വളരെയധികം സ്പീഡ് കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ക്യാഷുകൾ നമുക്ക് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങളുടെ ഫോണിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നാണെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ ഈ ആപ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴെ നമുക്കിവിടെ എല്ലാ ആപ്ലിക്കേഷനുകളും കാണാനായിട്ട് സി ആൾ എന്ന് കാണിക്കുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കിവിടെ ഓൾ ആപ്സ് എന്നുള്ളതിൻ്റെ താഴെ കുറേ ആപ്ലിക്കേഷനുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ആപ്ലിക്കേഷനുകളിൽ ഏറ്റവും കൂടുതലായിട്ട് MB കാണുന്ന ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ താഴെയായിട്ട് MB എന്ന് കാണുന്നില്ല, ഇവിടെ ഒരു ആപ്ലിക്കേഷൻ 48.33 MB എന്ന് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ആപ്ലിക്കേഷനുകളിലും ഇത്തരത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ MB ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഏതാണെന്ന് നോക്കുക. ഞാനിവിടെ ഫേസ്ബുക്ക് നോക്കൂ, അവിടെ ഒരു GB 3.5 പോയിന്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അതായത് ഏകദേശം 1.5 GB ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടിരിക്കുകയാണ്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റോറേജ് അറ്റ് ക്യാഷ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് താഴേക്ക് നോക്കുക. ഇവിടെ ക്യാഷ് 503 MB ആണുള്ളത്. അതായത് 1/2 GB ക്യാഷ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ മുകളിൽ കാണുന്ന ആ ക്ലിയർ ക്യാഷ് എന്നില്ലേ, അതിൽ മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ക്ലിയർ സ്റ്റോറേജ് എന്ന് ക്ലിക്ക് ചെയ്യരുത്. കാരണം അതിൽ ക്ലിയർ സ്റ്റോറേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡോ അല്ലെങ്കിൽ ഇമെയിൽ ഇടയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളത് സൈൻ ഇൻ ചെയ്യുന്നത്. അതെല്ലാം തന്നെ ക്ലിയർ ആയി പോകുന്നതായിരിക്കും. പിന്നെയും നമ്മളത് ഒന്നാമതായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കത് പാസ്വേഡ് ഓർമ്മയില്ല, അതുപോലെ തന്നെ ഇമെയിൽ ID ഓർമ്മയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ലിയർ സ്റ്റോറേജ് എന്ന് കൊടുക്കരുത്, ക്ലിയർ ക്യാഷ് എന്ന് മാത്രം കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻ മീൻസ് ഏറ്റവും കൂടുതൽ MB ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണ് ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഇവിടെ ഇൻസ്റ്റാഗ്രാം എന്നൊരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ 2 GB ഇവിടെ അത് ക്യാഷെ പിടിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ. അപ്പോൾ അത് നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിലും ഏകദേശം 600 MB ഉണ്ട്. അതും നിങ്ങളിവിടെ ക്ലിയർ ക്യാഷ് എന്ന് കൊടുക്കുക. ഇത്തരത്തിൽ നിങ്ങൾ എല്ലാ ആപ്ലിക്കേഷനുകളും എടുക്കുക, ക്ലിയർ ക്യാഷ് മാത്രം കൊടുക്കുക. അത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോണിൽ അനാവശ്യമായി കിടക്കുന്ന ഫയലുകളൊക്കെ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോൺ സ്പീഡ് കൂടുകയും ചെയ്യും, അതുപോലെ തന്നെ ചൂടാകുന്നത് കുറയുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്യുക. നമുക്ക് രണ്ടാമത്തെ സെറ്റിംഗ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ സെറ്റിംഗ്സിലേക്ക് തന്നെ നേരെ തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്യുക. ഡിവൈസ് എന്ന് വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്കാൻ ഫോർ നിയർ ബൈ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഇൻക്ലൂഡ് ഡിബഗ് റിസൾട്ട് എന്നുണ്ടാവും. അതായത് നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലും മറ്റേതെങ്കിലും ഡിവൈസുകൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നിരന്തരം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്ഷനാണിത്. നമ്മുടെ ഫോണിൽ നമുക്ക് വേണ്ട സമയത്ത് മാത്രമാണ് നമുക്ക് ബ്ലൂടൂത്തും വൈഫൈ ഒക്കെ കണക്ട് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം അത് ഓഫായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഏത് സമയവും ഓൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ താഴെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകും, അതുപോലെ തന്നെ ഫോൺ ചൂടാവുകയും ചെയ്യും. ഈ 2 പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാനായിട്ട് ഈ ഒരു മുകളിൽ കാണുന്ന ഈ സ്കാൻ ഫോർ നിയർ ബൈ ഡിവൈസ് അത് ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ഇൻക്ലൂഡ് ഡിബഗ് റിസൾട്ട് എന്ന ആ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് കൊടുക്കുക. അടുത്ത സെറ്റിംഗ്സ് നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം
താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ എടുത്തപ്പോൾ തന്നെ ആ ഒരു ആപ്സ് എന്ന ഓപ്ഷൻ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴേക്ക് വരിക. താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഏറ്റവും മുകളിലായിട്ട് ആൾ ഫയൽ ആക്സസ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിൽ നിന്നും എല്ലാ ഫയലുകളും എപ്പോഴും ആക്സസ് ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷനുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫോണിൻ്റേതല്ലാത്ത, ഫോൺ പ്രവർത്തിക്കേണ്ടതായിട്ട് ഉള്ളത് ഒഴികെ മറ്റെല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങൾ ഇത്തരത്തിൽ ആൾ ഫയൽ ആക്സസ് എന്ന് കൊടുക്കരുത്. അത്തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട്. ഇവിടെ അല്ലോ ആക്സസ് ടു മാനേജ് ആൾ ഫയൽസ് എന്ന് കാണുന്നു. നമ്മുടെ ഫോണിലുള്ള എല്ലാ ഫയൽസുകളും എടുക്കാനായിട്ട് നമ്മൾ അനുവാദം കൊടുക്കുന്ന ഒരു സെറ്റിങ്സ് ആണിത്. ഇത് ഇത്തരത്തിലൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നിങ്ങളുടെ ഫോണിൽ എന്നും നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഇല്ലാതെ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഫോണിൻ്റെതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകും, അതൊരിക്കലും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കരുത്. അത് ഓഫ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോൺ തന്നെ ചിലപ്പോൾ പ്രവർത്തിക്കാതായിട്ട് വരും. അപ്പോൾ ഈ കാണുന്ന ആപ്ലിക്കേഷനുകളൊക്കെ ഫോണിൽ തന്നെ പ്രവർത്തിക്കാനായിട്ട് ഉള്ള ആപ്ലിക്കേഷനുകളാണ്. അതൊന്നും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കരുത്. ഇതിൽ കാണുന്നത് പോലെ അല്ലാത്ത മറ്റേതെങ്കിലും ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൈവറ്റ്ലി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഡു നോട്ട് അലോ എന്ന് കൊടുക്കുക. അത് ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസുകളും ഇതിലൂടെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അത് ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിന് ലോഡ് കുറവായിരിക്കും, നമ്മുടെ ഫോൺ സ്പീഡ് കൂടുകയും ചെയ്യും. അടുത്ത സെറ്റിങ്സിലേക്ക് പോകാം. നിങ്ങളുടെ ഫോൺ എന്ത് ചെയ്തിട്ടും വളരെ സ്ലോ ആണെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് കൂടുക തന്നെ ചെയ്യും. നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ കളർ ആൻഡ് മോഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെയായിട്ട് റിമൂവ് ആനിമേഷൻ എന്നൊരു ഓപ്ഷൻ ഓൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഓഫ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഫോണ് നല്ല സ്പീഡിലായിരിക്കും പ്രവർത്തിക്കുന്നത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതിനുശേഷം വേറൊരു സെറ്റിങ്സ് കൂടിയുണ്ട്, അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റില്ല. നമുക്കൊന്ന് ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മൾ സെറ്റിങ്സിലേക്ക് തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, നിങ്ങൾക്ക് ഈ നമ്മളിപ്പോൾ എടുത്തുണ്ടായിരുന്ന ആനിമേഷൻ എന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ആ മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നിങ്ങൾ ആനിമേഷൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആനിമേഷൻ ഓഫ് ചെയ്യാനുള്ള സെറ്റപ്പ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന മറ്റൊരു സെറ്റിങ്സ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ പറഞ്ഞു തന്നത്. നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ എബൌട്ട് ഫോൺ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഡിവൈസ് ഐഡൻറ്റിഫയർ എന്നൊരു ഓപ്ഷൻ കാണില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിൽ 7 തവണ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ 7 തവണ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ബാക്കിലേക്ക് തന്നെ പോവുക. ബാക്കിലേക്ക് തന്നെ പോയതിന് ശേഷം ഇവിടെ സിസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു പുതിയൊരു ഓപ്ഷൻ നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ എന്ന് കാണുന്നത് വരെ നിങ്ങളൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. താഴേക്ക് തന്നെ വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ, ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ 2 എന്നൊക്കെ ആയിരിക്കും കിടക്കുക, 2x 1.5x ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. നിങ്ങളതിനെ 1x അല്ലെങ്കിൽ 0.5x മാറ്റിക്കൊടുക്കുക. നിങ്ങളുടെ ഫോൺ വളരെയധികം സ്ലോ ആണ്, ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ആനിമേഷൻ ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആനിമേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മുടെ ഫോൺ വളരെയധികം സ്ലോ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോൺ ഒരുപാട് സ്ലോ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ആനിമേഷൻ സ്കെയിൽ 1x അല്ലെങ്കിൽ 0.5x ആണ്. അപ്പോൾ നിങ്ങൾ അത് 2ലേക്ക് ഏതിലെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് എത്രത്തോളം നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടോ, നിങ്ങൾക്ക് ഒരുപാട് സ്പീഡ് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്ന് കുറച്ചിട്ട് 1x അല്ലെങ്കിൽ 5x മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിലും അതുപോലെ തന്നെ ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിലും ഈ മുകളിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നിങ്ങൾ മാറ്റി കൊടുക്കുക.
1x അല്ലെങ്കിൽ 0.5x മാറ്റി കൊടുക്കുക. അതുപോലെ ഇതേ തന്നെ ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഫോൺ വളരെയധികം സ്പീഡായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോൺ മുമ്പ് ഉള്ളതിനേക്കാൾ എത്ര സ്പീഡിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ ഈ സെറ്റിങ്സുകളെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ഫോൺ റീബൂട്ട് ചെയ്യുക. റീബൂട്ട് ചെയ്താൽ മാത്രമായിരിക്കും ഈ സെറ്റിങ്സുകൾ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ഫോണിൽ പ്രവർത്തിക്കുക. അപ്പോൾ അത് നിങ്ങൾ ഓർമ്മയോടെ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡിനെ കുറിച്ച് എന്നെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും കൂടി അത് ഉപകാരപ്പെടും. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.